യുദ്ധത്തിനുള്ള അടുത്ത കാരണം പരിശോധിക്കാം. അടുത്ത കാരണം ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ആണ്. ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ പ്രതിസന്ധികളാണ്. ക്രൈസിസ് പ്രതിസന്ധി, സാമ്രാജ്യത്വ പ്രതിസന്ധികൾ. അത് നിങ്ങൾക്ക് സാമ്രാജ്യത്വ പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ക്രൈസിസുകളാണ്. ഒന്ന് മൊറോക്കൻ ക്രൈസിസ്, മൊറോക്കൻ പ്രതിസന്ധി. രണ്ട് ബാൾക്കൺ ക്രൈസിസ് അല്ലെങ്കിൽ ബാൾക്കൺ പ്രതിസന്ധി. ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് പഠിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഈ രണ്ട് പ്രതിസന്ധികളാണ് നമുക്ക് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ആദ്യം മൊറോക്കൻ ക്രൈസിസ്. ആദ്യമേ പറയുന്നു, ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ശ്രദ്ധയോടെ കേൾക്കുക. എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. അത്രമാത്രം ആദ്യം മനസ്സിലാക്കുക. ഒരു രഹസ്യ ഉടമ്പടി ഉണ്ടാക്കി, ഒരു രഹസ്യ സന്ധി ഉണ്ടാക്കി ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ 1904. അത്രയേ ഉള്ളൂ. 1904 ബ്രിട്ടനും ഫ്രാൻസും കൂടി ഒരു രഹസ്യ സന്ധി ഉണ്ടാക്കി. മനസ്സിലായല്ലോ? ബാക്കി നോക്കുക. അക്കോർഡിംഗ് ടു ദിസ്, ബ്രിട്ടൻ റെക്കഗ്നൈസ്ഡ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. ഈ ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന കാര്യം ഇതാണ്. മൊറോക്കോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഈ മൊറോക്കോ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടേതാണ് എന്നൊക്കെ ഫ്രാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊറോക്കോയ്ക്ക് മേലുള്ള ഫ്രാൻസിൻ്റെ അവകാശവാദം, ക്ലെയിം, മൊറോക്കോയ്ക്ക് മേലുള്ള ഫ്രാൻസിൻ്റെ അവകാശവാദം ബ്രിട്ടൻ അംഗീകരിച്ചു കൊടുത്തു. അതാണ് സന്ധിയിൽ പറഞ്ഞിരുന്നത്, ഉടമ്പടിയിൽ പറഞ്ഞിരുന്നത്. ഒരിക്കൽ കൂടി 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു. ആ കരാറിൽ മൊറോക്കോ ഞങ്ങളുടേതാണെന്ന് ഫ്രാൻസ് പറഞ്ഞിരുന്നു. ബ്രിട്ടൻ പറഞ്ഞു ശരി, നിങ്ങളുടേത് തന്നെ. ഇതാണ് കരാർ. The French claim over Morocco was opposed by Germany, which sent battleships to the Moroccan port Agadir. അപ്പോൾ മൊറോക്കോ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെതാണെന്ന് ഫ്രാൻസ് പറയുന്നു. ബ്രിട്ടൻ പറഞ്ഞു ശരി തന്നെ. കരാർ ഒപ്പിട്ട് അവർ തിരിച്ചു. അപ്പോൾ കാണാം മറ്റൊരു പാർട്ടി വരുന്നു, അങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതാരാണ്? അതാണ് ജർമ്മനി. ജർമ്മനി opposed this. Germany opposed this, or Germany opposed the French claim over Morocco. മൊറോക്കോ ഞങ്ങളുടേതാണ് എന്നുള്ള ഫ്രഞ്ചുകാരുടെ അവകാശവാദത്തെ ജർമ്മനി ഒപ്പോസ് ചെയ്തു. ഒപ്പോസ് ചെയ്യുക മാത്രമല്ല, ജർമ്മനി സെൻഡ് ബാറ്റിൽഷിപ്സ് ടു ദ മൊറോക്കൻ പോർട്ട് അഗഡീർ. മൊറോക്കോയിലെ അഗഡീർ എന്ന തുറമുഖത്തിലേക്ക് ജർമ്മനി ബാറ്റിൽ ഷിപ്പുകൾ അയക്കുക കൂടി ചെയ്തു. ബാറ്റിൽ ഷിപ്പ്, യുദ്ധക്കപ്പൽ. അപ്പോൾ ജർമ്മനിയുടെ യുദ്ധക്കപ്പൽ വന്നു മൊറോക്കോയിലേക്ക്. ഫ്രാൻസ് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ആകെ പ്രശ്നമാണ്. ഒരിക്കൽ കൂടി 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടു. കരാർ അനുസരിച്ച് മൊറോക്കോ എന്ന് പറയുന്ന പ്രദേശം ഫ്രാൻസിന് കൊടുക്കാൻ ബ്രിട്ടൻ എതിർപ്പൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എതിർപ്പുള്ള ഒരാളുണ്ടായിരുന്നു, അത് ജർമ്മനിയാണ്. ജർമ്മനി പറഞ്ഞു അങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റില്ല. മാത്രവുമല്ല, മൊറോക്കോയിലെ പോർട്ടായ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനിയുടെ വാർഷിപ്പ് വരികയും ചെയ്തു. ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി ആൻഡ് ജർമ്മനി അഗ്രീഡ് ടു കൺസീഡ് മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ. അപ്പോൾ ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ ഫ്രാൻസും ജർമ്മനിയും കൂടെ വിചാരിക്കണം. അപ്പോൾ ഫ്രാൻസ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ടത് ഫ്രഞ്ച് കോങ്കോയാണ്, മൊറോക്കോയാണ്. മൊറോക്കോ എനിക്ക് വേണം. അതിന് പകരം ഞാൻ നിങ്ങൾക്ക് ജർമ്മനിക്ക് മറ്റൊരു സ്ഥലം തരാം. ആ സ്ഥലത്തിൻ്റെ പേര് ഫ്രഞ്ച്. അങ്ങനെ ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി ആൻഡ് ജർമ്മനി അഗ്രീഡ് ടു കൺസിഡർ മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ. ഫ്രാൻസ് പറഞ്ഞു ഫ്രഞ്ച് കോങ്കോ ജർമ്മനിക്ക് തരാം, അതിന് പകരമായിട്ട് മൊറോക്കോ ഞങ്ങൾക്ക് തരണം. ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ. ഫ്രഞ്ച് കോങ്കോ എന്ന പ്രദേശത്തിൻ്റെ ഒരു ഭാഗം ജർമ്മനിക്ക് കൊടുക്കും. അതിന് പകരമായിട്ട് ജർമ്മനി മൊറോക്കോ എന്ന് പറയുന്ന പ്രദേശം ഫ്രാൻസിന് വിട്ടുകൊടുക്കണം.
ഇതായിരുന്നു ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ഉണ്ടാക്കിയ വ്യവസ്ഥാ കരാർ. Thus the problem was solved temporarily. However, their rivalry continued. അങ്ങനെ ഈ മൊറോക്കൻ ക്രൈസിസ് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് സെറ്റിൽ ചെയ്തു, സോൾവ് ചെയ്തു. പക്ഷേ however their rivalry continued. അവരുടെ റൈവൽറി, എനിമിറ്റി, ശത്രുത അത് കണ്ടിന്യൂ ചെയ്തു പോയി. അത് തീർന്നില്ല. ആ ശത്രുത അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ശത്രുത ലോകയുദ്ധം ഉണ്ടാകുന്നതിന് കാരണമാക്കി എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഒരിക്കൽ കൂടി, 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യ ഉടമ്പടി ഉണ്ടാക്കുന്നു. ആ ഉടമ്പടി അനുസരിച്ച് മൊറോക്കോയുടെ മേലുള്ള ഫ്രാൻസിന്റെ അവകാശവാദം ബ്രിട്ടൻ അംഗീകരിക്കുന്നു. രഹസ്യ ഉടമ്പടിയാണ് സൈൻ ചെയ്തതെന്ന് പറഞ്ഞു. രഹസ്യ ഉടമ്പടി എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഈ കാര്യം ജർമ്മനി അറിയുന്നു. ജർമ്മനി അറിഞ്ഞപ്പോൾ ജർമ്മനി അതിനെ എതിർത്തു. അഗഡീർ എന്ന് പറയുന്ന പോർട്ടിലേക്ക്, തുറമുഖത്തിലേക്ക് വാർഷിപ്പിനെ അയച്ചു. അപ്പോൾ ഫ്രാൻസും ജർമ്മനിയും തമ്മിലായി എനിമിറ്റി. അങ്ങനെ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ചർച്ചകൾ നടത്തി. അതിന് പരിഹാരമായിട്ട് ഫ്രാൻസ് സമ്മതിച്ചു, ഫ്രഞ്ച് കോങ്കോയുടെ ഒരു ഭാഗം ജർമ്മനിക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചു. അതിന് പകരമായിട്ട് മൊറോക്കോ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. ആ വ്യവസ്ഥ അംഗീകരിച്ചു. അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്തു. പക്ഷേ ശത്രുത നിലനിന്നു. ഇതാണ് മൊറോക്കൻ ക്രൈസിസ് അല്ലെങ്കിൽ മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തേത് ബാൾക്കൺ ക്രൈസിസ് പഠിക്കാം. ബാൾക്കൺ പ്രതിസന്ധി. ബാൾക്കൺ എന്ന് പറയുന്നത് ഒരു മേഖലയാണ്. ബാൾക്കൺ റീജിയൻ അല്ലെങ്കിൽ ബാൾക്കൺ മേഖല എന്ന് പറയും. അതാണ് ഈ മാപ്പിലുള്ളത്, ബാൾക്കൺ റീജിയൻ. ദ ബാൾക്കൺ റീജിയൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. യൂറോപ്പ് ക്ലോസ് ടു ദ ഏജിയൻ സീ ആൻഡ് ദ ബ്ലാക്ക് സീ. ബാൾക്കൺ മേഖല യൂറോപ്പിലാണ്. ഏജിയൻ കടലിനും കരിങ്കടലിനും അടുത്തായുള്ളൊരു മേഖലയാണ്. ഏജിയൻ കടൽ, കരിങ്കടൽ. ഈ ഏജിയൻ കടലിനും കരിങ്കടലിനും അടുത്തുള്ളൊരു മേഖലയാണ് ബാൾക്കൺ എന്ന് പറയുന്ന മേഖല. ഈ ബാൾക്കൺ മേഖലയിൽ ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ ഒട്ടോമൻ എംപയർ. ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണിത്. ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ടർക്കിഷ് എംപയറെയാണ് ഒട്ടോമൻ എംപയർ എന്ന് പറയുക. തുർക്കി സാമ്രാജ്യം ടർക്കിഷ് എംപയറിൻ്റെതാണ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം. അപ്പോൾ ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ഒട്ടോമൻ എംപയർ. ഇൻ 1912 ബാൾക്കൺ ലീഗ് ഡിഫീറ്റഡ് ടർക്കി. 1912 ബാൾക്കൺ ലീഗ് രൂപീകരിക്കുകയും അവർ തുർക്കിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ബാൾക്കൺ ലീഗിൽ ഉള്ളത് ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനെഗ്രോ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഗ്രീസ്, ബൾഗേറിയ, മോണ്ടിനെഗ്രോ, സെർബിയ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി. അതിനാണ് ബാൾക്കൺ സഖ്യം എന്ന് പറയുക. ഇവർ ബാൾക്കൺ സഖ്യം രൂപീകരിക്കുകയും തുർക്കിക്കെതിരെ യുദ്ധം നടത്തുകയും 1912 തുർക്കിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ തുർക്കിയുടെ കയ്യിലിരുന്ന ഈ ബാൾക്കൺ പ്രദേശങ്ങൾ സ്വതന്ത്രമായി. പക്ഷേ the conflict among the allied nations in sharing the benefits of war led to the breakup of the league and resulted in wars among them. ശ്രദ്ധിക്കുക, ഇവർ തങ്ങളിലാണ് ലീഗ് ഉണ്ടാക്കിയത്. ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനെഗ്രോ. ഇവര് എല്ലാവരും കൂടി ലീഗ് ഉണ്ടാക്കുകയും ഇവരെ തുർക്കിയെ പരാജയപ്പെടുത്തുകയും ബാൾക്കൺ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പിടിച്ചെടുത്തതിന് ശേഷം അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി, തർക്കമുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഷെയറിംഗ് ദ ബെനിഫിറ്റ്സ് ഓഫ് വാർ ബെനിഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് തർക്കമുണ്ടായത്. വാർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധ നേട്ടങ്ങൾ, യുദ്ധത്തിൻ്റെ ലാഭം. 4 പേരും കൂടി ഒരുമിച്ച് യുദ്ധം ചെയ്തു, യുദ്ധത്തിൽ നേട്ടങ്ങളുണ്ടായി. അത് പകുത്തെടുക്കുന്നതിനെ ചൊല്ലി അവർ തങ്ങളിൽ തർക്കമുണ്ടായി. തർക്കം മൂത്തപ്പോൾ ഈ ലീഗ് ബ്രേക്കപ്പായി. ഇവരുടെ ലീഗ് ബ്രേക്കപ്പായി. ഇവരുടെ സഖ്യം തകർന്നു. ഇവർ വാഴ്സ് ആരംഭിച്ചു. ഇറ്റ് റിസൾട്ടറ്റ് വാഴ്സ് എമംഗ് ദം. അവർ പരസ്പരം യുദ്ധം ആരംഭിച്ചു.
മനസ്സിലാക്കുക. ഗ്രീസും ബൾഗേറിയയും സെർബിയയും മോണ്ടിനെഗ്രോയും തമ്മിൽ ലീഗ് രൂപീകരിച്ചു. അവർ തുർക്കിയുടെ കയ്യിലിരുന്ന ബാൾക്കൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. പക്ഷേ യുദ്ധത്തിൻ്റെ നേട്ടം പങ്കിട്ടെടുക്കുന്നതിന് വേണ്ടി അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇവർ തമ്മിൽ യുദ്ധമുണ്ടായി. ഇതിനാണ് ബാൾക്കൺ ക്രൈസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാൾക്കൺ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി, ദ ബാൾക്കൺ റീജിയൺ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ് ക്ലോസ് ടു ദ ഏജിയൻ സീ ആൻഡ് ദ ബ്ലാക്ക് സീ. യൂറോപ്പിലെ ഏജിയൻ കടലിനും കരിങ്കടലിനും അടുത്തുള്ളൊരു പ്രദേശമാണ് ബാൾക്കൺ പ്രദേശം. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ഒട്ടോമൻ എംപയർ. ഇത് തുർക്കി സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൺ ലീഗ് ഫോം ചെയ്യുകയും ദ ലീഗ് ഡിഫീറ്റഡ് ടർക്കി, ലീഗ് തുർക്കിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോ വേർ ദ മെമ്പേഴ്സ് ഓഫ് ബാൾക്കൺ ലീഗ്. ബട്ട് there arose a conflict between them for sharing the benefits of this particular war. ഈ യുദ്ധത്തിൻ്റെ ബെനിഫിറ്റുകൾ ഷെയർ ചെയ്യുന്നതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അത് സ്വാഭാവികമായും അവർ തങ്ങളിൽ യുദ്ധമുണ്ടാകുന്നതിന്, വാർ അമംഗ് ദം, അവർ പരസ്പരം യുദ്ധമുണ്ടാകുന്നതിന് വഴിതെളിക്കുകയും ചെയ്തു. തുടർന്ന് ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുക. അതിനുശേഷമാണ് യുദ്ധമുണ്ടാകുന്നത്. അങ്ങനെ വന്നപ്പോൾ ഓസ്ട്രിയ ലെയ്ഡ് ഇറ്റ്സ് എ ക്ലെയിം ഓവർ ബാൾക്കൺ റീജിയൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ജർമ്മനി. ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ, ഓസ്ട്രിയ ആൻഡ് സെർബിയ. ആരെങ്കിലും ചോദിക്കുന്നു, ഒന്നാം ലോക യുദ്ധത്തിലേർപ്പെട്ട ആദ്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാം ലോക യുദ്ധത്തിൽ ആദ്യമായി യുദ്ധം ആരംഭിച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എന്ന് ചോദിച്ചാൽ ഓസ്ട്രിയയും സെർബിയയും. ശ്രദ്ധിക്കുക. ഓസ്ട്രിയ ലെയ്ഡ് ഇറ്റ്സ് ക്ലെയിം ഓവർ ബാൾക്കൺ റീജിയൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ സഹായത്തോടെ ഓസ്ട്രിയ ബാൾക്കൺ റീജിയന് മേൽ ക്ലെയിം ചെയ്തു, ഞങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചു. സെർബിയ ക്ലെയിംഡ് ദിസ് റീജിയൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് റഷ്യ. അപ്പോൾ സെർബിയ വന്നു, ഞങ്ങളുടേതാണെന്ന് സെർബിയ പറഞ്ഞു. ഓസ്ട്രിയയും സെർബിയയും. സെർബിയയെ സഹായിച്ചത് റഷ്യ, ഓസ്ട്രിയയെ സഹായിച്ചത് ജർമ്മനി. ഈ സമയത്താണ് ഒരു പ്രധാന സംഭവം ഉണ്ടാകുന്നത്. ഡ്യൂറിംഗ് ദിസ് ടൈം എ സെർബിയൻ യൂത്ത്, ഗാവിലോ പ്രിൻസപ്പ്, assassinated Francis Ferdinand, the heir to the throne of Austria, at the Bosnian capital Sarajevo in June 1914. ഇത് ജൂലൈ അല്ല, ജൂണിലാണ് സംഭവിച്ചത്. ജൂൺ 1914. 1914 ജൂൺ മാസം 28-ാം തീയതി 1914 ജൂൺ മാസം 28-ാം തീയതി ബോസ്നിയയുടെ തലസ്ഥാനമായ സറജാവോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ന പേരുള്ള ഓസ്ട്രിയൻ കിരീടാവകാശിയെ, ലീഗൽ ഹെയർ ടു ദ ത്രോൺ, നിയമപരമായ കിരീട അവകാശി ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, ഹെയർ ടു ദ ത്രോൺ ഓഫ് ആസ്ട്രിയ, ആസ്ട്രിയയുടെ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ 1914 ജൂൺ മാസം 28-ാം തീയതി ബോസ്നിയയുടെ തലസ്ഥാനമായ സറജാവോയിൽ വെച്ച് ഗാവിലോ പ്രിൻസപ്പ് എന്ന പേരുള്ള സെർബിയൻ പൗരൻ അസാസിനേറ്റ് ചെയ്തു. അസാസിനേഷൻ, രാഷ്ട്രീയ കൊലപാതകം. അസാസിനേറ്റ് ചെയ്തു, കൊല ചെയ്തു. ഒരിക്കൽ കൂടി 1914 ജൂൺ മാസം 28-ാം തീയതി ഓസ്ട്രിയയിലെ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയയുടെ തലസ്ഥാനമായ സറജാവോയിൽ വെച്ച് ഗാവിലോ പ്രിൻസപ്പ് എന്ന പേരുള്ള സെർബിയൻ പൗരൻ അസാസിനേറ്റ് ചെയ്തു, കൊല ചെയ്തു. ഇതാണ് ദിസ് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഇതാണ് ഒന്നാം ലോക യുദ്ധം ഉണ്ടാകാനുള്ള അടിയന്തര കാരണം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാരണം. അങ്ങനെ കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഓസ്ട്രിയ held Serbia responsible for it and declared war on Serbia on 28 July 1914. 1 മാസം കഴിഞ്ഞപ്പോൾ ജൂലൈ മാസം 28-ാം തീയതി 1914 ജൂലൈ മാസം 28-ാം തീയതി ഓസ്ട്രിയ സെർബിയ ആണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്ന കാരണത്താൽ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ ഒന്നാം ലോക യുദ്ധത്തിൽ ആദ്യമായി യുദ്ധത്തിലേർപ്പെട്ട 2 രാജ്യങ്ങൾ ഓസ്ട്രിയയും സെർബിയയും. നമ്മൾ മുകളിൽ പറഞ്ഞിരുന്നു, ഓസ്ട്രിയയെ സഹായിക്കുവാൻ ജർമ്മനിയുണ്ട്, സെർബിയയെ സഹായിക്കുവാനായിട്ട് റഷ്യയുണ്ടെന്ന്.
സ്വാഭാവികമായും ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഓസ്ട്രിയയെ സഹായിക്കാൻ ജർമ്മനി വന്നു, സെർബിയയെ സഹായിക്കാൻ റഷ്യ വന്നു. ജർമ്മനിയുടെ ഗ്രൂപ്പിലുള്ള മറ്റു രാജ്യങ്ങൾ ജർമ്മനിയെ സഹായിക്കാൻ വന്നു, റഷ്യയെ സഹായിക്കാൻ റഷ്യയുടെ സുഹൃത്ത് രാജ്യങ്ങളും വന്നു. അങ്ങനെ ഓരോ ചേരിയിലുമുള്ള ചേരി രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ഇതൊരു ലോക യുദ്ധമായി മാറുകയുണ്ടായി. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ചോദ്യം ഇതാണ്: വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ? ഒന്നാം ലോക യുദ്ധം ഉണ്ടാകാനുള്ള അടിയന്തര കാരണം, പെട്ടെന്നുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കും. ഒറ്റ വാക്കിലാണ് ഉത്തരം എഴുതേണ്ടതെങ്കിൽ, 1 മാർക്കിനാണ് ഉത്തരം എഴുതി കൊടുക്കേണ്ടതെങ്കിൽ ഇത്ര മാത്രം എഴുതി കൊടുക്കുക: അസാസിനേഷൻ ഓഫ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ അസാസിനേഷനാണ്, കൊലപാതകമാണ് ഒന്നാം ലോക യുദ്ധത്തിനുള്ള അടിയന്തര കാരണം. അല്ല, വിശദീകരിച്ചെഴുതേണ്ട ഉത്തരമാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുക. A Serbian youth, Gavrilo Princip, assassinated Francis Ferdinand, the heir to the throne of Austria, at the Bosnian capital Sarajevo in July, അല്ല ജൂൺ 1914. 1914 ജൂൺ മാസത്തിൽ ഗാവിലോ പ്രിൻസപ്പ് എന്ന പേരുള്ള ഒരു സെർബിയൻ പൗരൻ ആസ്ട്രിയയിലെ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയയുടെ തലസ്ഥാനമായ സറാജാവോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൊല ചെയ്യുന്നു. 1 മാസം ഓസ്ട്രിയ സെർബിയയ്ക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് നൽകണമെന്നൊക്കെ പറഞ്ഞിട്ട് 1 മാസം സമയം കൊടുത്തു. കാര്യങ്ങളൊന്നും നടന്നില്ല. ആഫ്റ്റർ 1 മന്ത്, കൃത്യമായി 1 മാസം കഴിഞ്ഞപ്പോൾ ജൂലൈ മാസം 28-ാം തീയതി ഓസ്ട്രിയ ഡിക്ലെയർഡ് വാർ അഗൈൻസ്റ്റ് സെർബിയ. ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഒന്നാം ലോക യുദ്ധം ആരംഭിക്കുന്നത്. നാച്ചുറലി ജർമ്മനി കെയിം ഹിയർ ഫോർ സപ്പോർട്ടിങ് ഓസ്ട്രിയ ആൻഡ് റഷ്യ ഫോർ സെർബിയ. അങ്ങനെ ജർമ്മനി ഓസ്ട്രിയയെ സപ്പോർട്ട് ചെയ്യാനും റഷ്യ സെർബിയയെ സപ്പോർട്ട് ചെയ്യാനും വരുന്നു. സ്വാഭാവികമായും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലുമുള്ള രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ഇറ്റ് സൂൺ ഡെവലപ്ഡ് ആസ് എ വേൾഡ് വാർ. വളരെ പെട്ടെന്ന് തന്നെ അതൊരു ലോകയുദ്ധമായി ഡെവലപ്പ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള ഭാഗം ആഫ്റ്റർ മാത്ത് ഓഫ് ദ വാർ ആണ്. ലോകയുദ്ധത്തിൻ്റെ എഫക്റ്റ്, ഫലങ്ങൾ, റിസൾട്ട്സ് ആണ് പഠിക്കേണ്ടത്. ദ ഫസ്റ്റ് വേൾഡ് വാർ എൻഡഡ് ഇൻ 1918. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1914. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1914 ആരംഭിച്ചത്, 18 അവസാനിച്ചു. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ഫോർ റീച്ചിങ് ഇമ്പാക്റ്റ് അക്രോസ് ദ വേൾഡ്. ലോകത്ത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഫോർ റീച്ചിങ് ആയിട്ടുള്ള, ദൂരവ്യാപകമായിട്ടുള്ള ധാരാളം ഇമ്പാക്റ്റുകൾ, ഫലം, സ്വാധീനം ചെലുത്തുവാൻ ഒന്നാം ലോകയുദ്ധത്തിന് സാധിച്ചു. ലോകമെമ്പാടുമുള്ള ലോക ജനതയുടെ ജീവിതത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ 1914 ആരംഭിച്ച് 18 അവസാനിച്ച ഒന്നാം ലോകയുദ്ധത്തിന് സാധിച്ചു. ഒരുപക്ഷെ അതിൻ്റെ ഫലങ്ങൾ ഇന്നും മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടാകും. നമുക്ക് പ്രധാനപ്പെട്ട 6 പോയിന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. 1, over 10 million people lost their lives or were injured in war. ഏകദേശം 10 മില്യൺ ആളുകളാണ് മരണപ്പെട്ടത് യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയത്, അംഗഭംഗം വന്നു. 10 മില്യൺ ആളുകൾ മരണപ്പെടുകയോ മുറിവേൽക്കുകയോ ചെയ്തു, അംഗഭംഗം വന്നവരായി മാറി. ഒന്നാമത്തെ ഫലം. സെക്കൻഡ് വൺ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേർ ഡിസ്ട്രോയിഡ്. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലെ കൃഷി, വ്യവസായം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇവയെല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. കൃഷിയും വ്യവസായവും വാർത്താവിതരണ ശൃംഖലകളും നാശമായി. തേർഡ് വൺ, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്. പോവർട്ടി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, ഇതൊക്കെ വർദ്ധിച്ചു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും വർദ്ധിച്ചു. Economic dominance of Europe diminished. That was an important result of the First World War. Economic dominance of Europe diminished. യൂറോപ്പിൻ്റെ എക്കോണമിക് ഡൊമിനൻസ്, സാമ്പത്തിക മേധാവിത്വം, സാമ്പത്തികമായ മേൽക്കോയ്മ, അത് ഡിമിനിഷ് ചെയ്തു, താഴേക്ക് പോയി, അധപ്പതിച്ചു, നശിച്ചു എന്നർത്ഥം. എക്കോണമിക് ഡൊമിനൻസ് ഓഫ് യൂറോപ്പ് ഡൊമിനിഷ്ഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക മേധാവിത്വം, ലോകത്തെ മുഴുവനും സാമ്പത്തികമായി നിയന്ത്രിച്ചിരുന്നത് യൂറോപ്പുകാരന്മാരാണ്.
യൂറോപ്യൻ രാജ്യങ്ങളുടെ പണം മുഴുവനും യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു, അവരുടെ വ്യവസായങ്ങൾ നശിച്ചു പോയി, അവിടുത്തെ കൃഷി നശിച്ചു, സാമ്പത്തികമായ ചെലവുണ്ടായി യുദ്ധത്തിന്. സോ അതുകൊണ്ട് തന്നെ അവരുടെ എക്കോണമിക് ഡൊമിനൻസ് ഇല്ലാതെയായി. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ലിബറേഷൻ മൂവ്മെന്റുകൾ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടു, ശക്തി പ്രാപിച്ചു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളിൽ യൂറോപ്പുകാരന്മാരായ ഇമ്പീരിയലിസ്റ്റുകളായ രാജ്യങ്ങൾക്കെതിരെ ലിബറേഷൻ മൂവ്മെന്റുകൾ, സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചു. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ എക്കോണമിക്കലി ഡൗൺ ആയി. അതുകൊണ്ട് തന്നെ ദെൻ ഇൻ എ ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദ വേൾഡ്, ദ ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ്. ലോക സമാധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ, ഇനിയൊരു യുദ്ധമുണ്ടാകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ഒരു ലോക സംഘടന രൂപീകരിക്കപ്പെട്ടു. ആ സംഘടനയുടെ പേര് ലീഗ് ഓഫ് നേഷൻസ് എന്നാണ്, അല്ലെങ്കിൽ സർവരാഷ്ട്ര സഖ്യം എന്നാണ് അതിൻ്റെ പേര്. ദീസ് വെയർ ദ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഓർ എഫക്ട്സ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. വൺസ് അഗെയിൻ, over 10 million people lost their lives or were injured in the war. 10 million ആളുകൾ മരണപ്പെടുകയോ മരണപ്പെടുകയോ അംഗഭംഗം വരികയോ ചെയ്തു. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേർ ഡിസ്ട്രോയിഡ്. കൃഷി, വ്യവസായം, വാർത്താ വിതരണ സംവിധാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം ഇവ വർദ്ധിച്ചു. എക്കോണമിക് ഡൊമിനൻസ് ഓഫ് യൂറോപ്പ് ഡൊമിനിഷ്ഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തികമായ മേധാവിത്വം ഇല്ലാണ്ടായി. ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചു. ഇൻ എ ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദ വേൾഡ്, ദ ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ്. ലോകസമാധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ, ലോകരാജ്യങ്ങളെ സമാധാനത്തിന്റെ പാതയിലേക്ക് നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ പേര് ലീഗ് ഓഫ് നേഷൻസ്, സർവരാഷ്ട്ര സഖ്യം എന്നായിരുന്നു. ഇതൊക്കെയാണ് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട അനന്തര ഫലങ്ങൾ. അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പീസ് എഫർട്ടുകളെ കുറിച്ചാണ്, സമാധാന ശ്രമങ്ങൾ. അതായത് ഒന്നാം ലോക യുദ്ധാനന്തരം നിരവധി സമാധാന കരാറുകൾ ഒപ്പുവെച്ചു. സെവറൽ പീസ് ട്രീറ്റീസ് വെയർ സൈൻഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ബിറ്റ്വീൻ ഡിഫറൻറ്റ് കൺട്രീസ്. വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ തമ്മിൽ നിരവധി കരാറുകൾ ഒപ്പുവെച്ചു. ഒരുപാട് സമാധാന കരാറുകൾ ഒപ്പുവെച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വേഴ്സായിൽസ് എന്ന് പറയുന്ന ട്രീറ്റിയാണ്. ഒന്നാം ലോക യുദ്ധാനന്തരം 1919 ഫ്രാൻസിലെ പാരീസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമാധാന സമ്മേളനം നടന്നു. സമാധാനത്തിന് വേണ്ടി ഉള്ള ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. അതിലേതാണ്ട് എല്ലാ രാജ്യങ്ങളും ഒക്കെ പങ്കെടുത്തു. വിജയിച്ച രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ വിജയിച്ച രാജ്യങ്ങളിൽ പലരും പങ്കെടുത്തു. അതിനെ തുടർന്ന് ഒരുപാട് ട്രീറ്റുകളെന്ന് ആദ്യമേ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ദാറ്റ് പെർട്ടിക്കുലർ ട്രീറ്റി ഈസ് നോൺ ആസ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. വേഴ്സൈൽസ് എന്നാണ് ആ ട്രീറ്റിയുടെ പേര്. ആ ട്രീറ്റി ജർമ്മനിയെ കൊണ്ട് ഒപ്പുവെപ്പിച്ച ഒരു ട്രീറ്റിയാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ജർമ്മനിയെ കൊണ്ട് ഫോഴ്സ്ബിളി സൈൻ ചെയ്യിപ്പിച്ച ഒരു ട്രീറ്റിയാണ്. ജർമ്മനിയെ കൊണ്ട് ബ്രിട്ടൻ സൈൻ ചെയ്യിപ്പിച്ച ഒരു ട്രീറ്റിയാണ്, അല്ലെങ്കിൽ ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ചത് എന്ന് പറയാവുന്ന ഒരു ട്രീറ്റിയാണ് വേഴ്സൈൽസ്. ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് സൈൻഡ് വിത്ത് ജർമ്മനി ഇൻ 1919 വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം സൈൻ ചെയ്ത ട്രീറ്റികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതിലെ ചില വ്യവസ്ഥകളാണ്. അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, ഈ ട്രീറ്റിയിൽ ജർമ്മനിക്ക് പണി കൊടുക്കുന്ന ചില പരിപാടികളുണ്ടായിരുന്നു. അതെന്താണ് എന്നാണ് നോക്കേണ്ടത്. ജർമ്മൻ കോളനീസ് വെയർ ഡിവൈഡഡ് എമംഗ് ദ വിക്ടോറിയസ് പവേഴ്സ് ആൻഡ് ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെംനിറ്റി. ഒന്നാമത്തെ വ്യവസ്ഥ, ജർമ്മൻ കോളനീസ് വെയർ ഡിവൈഡഡ് എമംഗ് ദ വിക്ടോറിയസ് പവേഴ്സ്. ജർമ്മനിയുടെ കോളനികൾ, ബ്രിട്ടന് കോളനി ഉള്ളതുപോലെ ജർമ്മനിക്കും നിരവധി കോളനികളുണ്ട്. ജർമ്മനിയുടെ കോളനികളെല്ലാം വിക്ടോറിയസ് പവേഴ്സ് ഡിവൈഡഡ് ചെയ്യും. വിക്ടോറിയസ് പവേഴ്സ്, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, അല്ലെ, ആ 3 രാജ്യങ്ങളാണ് ഒരു ചേരിയിലുണ്ടായിരുന്നത്. റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്ന് പറയുന്ന ചേരിയിലുള്ള രാജ്യങ്ങൾ
അല്ലെങ്കിൽ ട്രിപ്പിൾ എൻഡന്റെയിലെ അംഗങ്ങൾ റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇവർ 3 പേരും ചേർന്നിട്ട് ജർമ്മനിയുടെ കോളനികളെ ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ ജർമ്മനിയുടെ കോളനികളെ അവർ പകുത്തെടുക്കാനായിട്ട് തുടങ്ങി. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, German colonies were divided among the victorious powers and Germany was forced to pay a huge amount as war indemnity. പോരാത്തതിന് ജർമ്മനി ഈ വിജയിച്ച 3 രാജ്യങ്ങൾക്കും ഒരു വലിയ തുക അങ്ങോട്ട് കൊടുക്കണം, വാർ ഇൻഡംനിറ്റി ആയിട്ട്. വാർ ഇൻഡംനിറ്റി എന്ന് പറഞ്ഞാൽ യുദ്ധ നഷ്ടപരിഹാരം. യുദ്ധത്തിന്റെ നഷ്ടപരിഹാരമായി പരാജയപ്പെട്ട രാജ്യം അങ്ങോട്ട് വിജയിച്ചവർക്ക് പണം കൊടുക്കണം. അതാണ് വ്യവസ്ഥ. അപ്പോൾ ജർമ്മനി ഹാഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡംനിറ്റി. വാർ ഇൻഡംനിറ്റി ആയിട്ട് ഹ്യൂജ് എമൗണ്ട് ജർമ്മനി കൊടുക്കണം. 2 വ്യവസ്ഥകളായി. ഒന്ന്, ദ കോളനീസ് ഓഫ് ജർമ്മനി വെയർ ഡിവൈഡഡ് എമംഗ് ദ വിക്ടോറിയസ് പവേഴ്സ്. സെക്കൻഡ് വൺ, ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡംനിറ്റി. ദെൻ തേർഡ് വൺ, ദ അലീസ് ഒക്കുപ്പൈഡ് ദ റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. അതിനും അപ്പുറം ഈ അലീസ് ട്രിപ്പിൾ എൻഡന്റെയിലെ അംഗങ്ങൾ ദേ ഒക്കുപ്പൈഡ് ദ റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ സമ്പന്നമായ മൈൻ ഖനികൾ, ജർമ്മനിയുടെ സമ്പന്നമായ ഖനികളെല്ലാം വിജയിച്ചവർ കൊണ്ടുപോയി. ബ്രിട്ടനും സഖ്യകക്ഷികളും കൊണ്ടുപോയി. എബവ് ആൾ, എല്ലാത്തിനും മുകളിൽ, എല്ലാത്തിനും അപ്പുറം. ഇതെല്ലാം സഹിക്കാം. വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി ആൻഡ് വാസ് ഡിസാംഡ്. വാർ ഗിൽറ്റ്, യുദ്ധക്കുറ്റം. 1-ാം ലോക യുദ്ധം ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ചു. ജർമ്മനിയെ കാരണമാണ് 1-ാം ലോക യുദ്ധം ഉണ്ടായത് എന്ന് ഇനി വരുന്ന തലമുറകളെല്ലാം പഠിക്കും. അതാണ് വാർ ഗിൽറ്റ്, യുദ്ധക്കുറ്റം. വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി ആൻഡ് വാസ് ഡിസാംഡ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയെ ഡിസ്ആം ചെയ്തു. ആംഡ് എന്ന് പറഞ്ഞാൽ സൈനികം, ഡിസാംഡ് നിരായുധീകരിച്ചു, ആയുധമില്ലാതെയാക്കി. അവൻ്റെ ആയുധങ്ങളെല്ലാം, ജർമ്മനിയുടെ ആയുധങ്ങളെല്ലാം എടുത്തു മാറ്റി. ജർമ്മനിക്ക് ആയുധമില്ലാത്ത അവസ്ഥയായി. ദീസ് വേർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ട്രീറ്റി ഓഫ് വെർസൈൽസ്. ഇതൊക്കെയാണ് വെർസൈൽസ് എന്ന് പറയുന്ന ഉടമ്പടിയിലെ വ്യവസ്ഥകൾ. ഒരിക്കൽ കൂടി, അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, ജർമ്മൻ കോളനീസ് വെയർ ഡിവൈഡഡ് എമംഗ് ദ വിക്ടോറിയസ് പവേഴ്സ്. ജർമ്മനിയുടെ കോളനികളെല്ലാം വിക്ടോറിയസ് പവേഴ്സ് കൊണ്ടുപോയി. ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡംനിറ്റി. ജർമ്മനി ഒരു വലിയ തുക വാർ ഇൻഡംനിറ്റി ആയിട്ട് കൊടുക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. The Allies occupied the rich mines of Germany. ജർമ്മനിയുടെ സമ്പന്നമായ ഖനികളെല്ലാം വിജയിച്ച രാജ്യങ്ങൾ, സഖ്യശക്തികൾ കൊണ്ടുപോയി. Above all, war guilt was imposed on Germany. എല്ലാത്തിനുമപ്പുറം വാർ ഗിൽറ്റ്, യുദ്ധക്കുറ്റം, അത് ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു. ആൻഡ് ജർമ്മനി വാസ് ഡിസാംഡ്. ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു.